ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാണ് ഭയങ്കര ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വേണമെന്നില്ല. ഞാൻ എന്നോട് പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണമെന്നില്ല, എനിക്ക് അവർ പിന്തുണ വേണമെന്നില്ല, എനിക്ക് ഒന്നും വേണമെന്നില്ല. ഞാൻ നോർമലി ഇവനായാലും ഞാനായാലും ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഞങ്ങൾ ഏതും പറഞ്ഞിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അവൻ അവൻ്റെ വർക്കുണ്ട്, എനിക്ക് എൻ്റെ വർക്കുണ്ട്. ചുമ്മാ നിങ്ങൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് തലക്കത്ത് വെച്ചിട്ട് അതിന്റെ പേരിൽ കുറേ നെഗറ്റീവ് കമന്റ്സും കുറേ നെഗറ്റീവ് മെൻഷൻസ് അതിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഞാൻ അതിന്റെ ഡീപ്പായിട്ടുള്ള പോയില്ല. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ളവരായിരിക്കില്ല. ചുമ്മാ ഇഷ്ടമെന്ന് നടിച്ചാൽ പുച്ഛവും എനിക്കെന്തോ ഈ ഇവരെന്താ ഇങ്ങനെ എനിക്ക് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതാണുള്ളത്. പുതിയതായിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് അവർ ന്യൂ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒന്നെങ്കിൽ ഇവനെ ഭയങ്കര മോശക്കാരനാക്കി അല്ലെങ്കിൽ എന്നെ ഭയങ്കര മോശക്കാരിയാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുള്ള ഞാൻ കാര്യം പറയാം. എനിക്ക് വലിച്ചിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് വേണ്ടത് ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ എന്നെ ഞാനായിട്ടും ഗബ്രിയായിട്ടും ഇഷ്ടപ്പെടുന്നവർ മതി ഞങ്ങൾക്ക്. അവനവന്റെ വർക്ക് ഇത് അങ്ങനല്ല. ഇത് ചുമ്മാ അവരുടെ പിന്നെ ഞാൻ കുറച്ച് ആൾക്കാർ നിങ്ങൾ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഞങ്ങൾ ഡിപ്രഷനിലേക്ക് പോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ചുമ്മാ ഞങ്ങൾ ഇമോഷണലി നിങ്ങൾ ഫാൻസിനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പറഞ്ഞിട്ട് കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുന്നത് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇപ്പം നമ്മുടെ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും രണ്ടുപേരും കൂടെയുള്ള കോണ്ടന്റ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് ഡെലിബറേറ്റ്ലി അതിന് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ലൈഫിൽ ഇതേപോലെ എഫേർട്ട് ഒന്നും ഞാൻ ചെയ്തില്ല. അതായത് ഇപ്പോൾ യൂട്യൂബിൽ ഇരുന്ന് ഒരു വീഡിയോ ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പുറത്തേക്ക് എത്തിക്കാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് സർട്ടൻ ലെവൽ ഓഫ് എഫേർട്ട്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഞാൻ അങ്ങനെ എഫേർട്ട് എടുക്കാറില്ല ബേസിക്കലി. കാരണം നമുക്ക് ഓൾറെഡി എന്തെങ്കിലും തിരക്കുകളും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ നമ്മൾ ഒത്തുചേരുന്ന മൊമെന്റ്സിൽ നമ്മൾ ഇതേപോലെ ക്യാമറ വെച്ച് ചെയ്യുന്നത് എനിക്ക് ശീലമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു സമയത്ത് നമുക്ക് കാണാനുള്ള ഒരു ഇഷ്ടമാണ്. അത് മെമ്മറി കൂടിയാണ് സേവ് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നിന്നും ഓഡിയൻസിന്റെ പൾസ് മറ്റെന്താ പറയുക അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഇമോഷൻസ് വെച്ച് കളിച്ച് അതിന്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ എനിക്കില്ല, ജാസ്മിനില്ല. നമ്മൾ നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യാനുള്ളതാണ്. ഈ വ്ളോഗ് കൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് എന്റർടൈൻമെന്റ് അല്ലാതെ അതിൽ നിന്ന് എന്താ കിട്ടുന്നത് എനിക്ക് ഇല്ല. അതിന്റെ അപ്പുറം ഒരു അതിലില്ല. ഇമോഷണൽ കണക്ഷൻ വരാം, സ്നേഹം തോന്നാം, നമുക്ക് അട്രാക്ഷൻ തോന്നാം, എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അറ്റ് സെയിം ടൈം എക്സാക്ട്ലി ദ ലിമിറ്റ് ഫോർ എവരിതിങ്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. നിങ്ങൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളുടെ ലൈഫിനെ ഒന്നും എഫക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഐ യൂസ് ടു ഗെറ്റ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്ത് നിൽക്കുന്നത്? എങ്ങനെയാണ് ഞാൻ അവിടെ പ്രയോറിറ്റൈസ് ചെയ്തത് എന്നെയും എൻ്റെ ഫാമിലിയും എൻ്റെ മെന്റൽ ഹെൽത്തിനെയാണ്. അതുകൊണ്ടാണ് എത്ര പേര് നമുക്ക് എതിരെ നമ്മൾ വിളിച്ചാലും എത്ര പേര് നമ്മൾ അറ്റാക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മൾ നെഞ്ച് മിരിച്ച് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ മുമ്പോട്ട് ഈസി ആയിട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഇറ്റ്സ് ലൈക്ക് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലവ് ദാറ്റ് യു ഗൈസ് ആർ ഗിവിംഗ്. ലൈക്ക് നിങ്ങൾ തരുന്ന സ്നേഹം, നിങ്ങൾ തരുന്ന സമയം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് എവറി സിംഗിൾ സെക്കൻഡ് ദാറ്റ് യു സ്പെൻഡ് ഓൺ us or me or Jasmine individually, that's very special for us. That's very we are very grateful for that. അതൊക്കെ ഉണ്ട്. പക്ഷേ അധികമായാൽ അമൃതം വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം.